ഹലോ, നല്ലൊരു അടിപൊളിയായിട്ടുള്ള മെൽസ്റ്റോമ നമ്മുടെ കയ്യിൽ രണ്ടാമത്തെ കളറും ഫ്ലവർ വിരിഞ്ഞ്. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. നല്ല ഇത് നമ്മളെ കയ്യിലിപ്പോൾ ഫസ്റ്റ് ടൈമാണ് വിരിയണത്. ഇതിൻ്റെ വെറൈറ്റി ഇത് നോർമലായിട്ടുള്ള വെറൈറ്റി. ഇത് നിലത്താണ്, ഒന്ന് ചട്ടിയിലാണ്. നമ്മൾ ജസ്റ്റ് രണ്ടും ഒപ്പം വെച്ചുകൊണ്ടൊരു വീഡിയോ എടുത്തുന്നുള്ളൂ. ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇഷ്ടംപോലെ തൈകളുണ്ട്. നമ്മൾ കമ്പ് നട്ടത് തന്നെയാണ്. ഇത് നമ്മൾ കമ്പ് നട്ടതാണ്. ഇത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മളെ കയ്യിലില്ലാത്തൊരു വെറൈറ്റി. നമ്മൾ 2-3-4 കമ്പ് പിടിപ്പിച്ചിനി. അതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നും കൂടി ഉണ്ട് കഴിഞ്ഞാൽ അത് കളറെന്നറിയില്ല, ഫ്ലവർ വിരിഞ്ഞിട്ട് പറയാം. അങ്ങനെ ബാക്കിയൊക്കെ പോയതാണ്. ഇതൊറ്റ കമ്പാ പിടിച്ചിട്ടുള്ളൂ. ഒന്നുകൂടി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് വയലറ്റാണോ, ഈ വയലറ്റും വെള്ളയും കൂടി മിക്സ് ആയതാണോ എന്നൊരു പിടുത്തല്ല. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏത് സമയത്തും ഫ്ലവർ ഉണ്ടാവും. വേനലും മഴക്കാലം പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിന് സീസണൊന്നുമില്ല. അതാണ് ഏറ്റവും കൂടുതൽ ഇതിന് ഭംഗി. ഇത് ഏറ്റവും കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ട് വരൽ നിലത്ത് നടുമ്പോഴാണെന്ന അഭിപ്രായത്തിൽ. ഇതിൻ്റെ ഒരു ഫ്ലവർ തന്നെ ശ്രദ്ധിച്ച് നോക്കിയ ഒരു വിടർന്ന ഫ്ലവറാണ്. നമ്മളെ കയ്യിൽ 3 കളറും ഉണ്ട്. ഈ കളർ ഇപ്പോഴാണ് ഉണ്ടാകുന്നത് കേട്ടോ. വൈറ്റും ഉണ്ടേനു, ഇതും ഉണ്ടേനു. വൈറ്റിൻ്റെ ഇനി ഒരു ചെറിയൊരു കമ്പേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഉണങ്ങിപ്പോയി. ഇതിനൊരു ഉണങ്ങിയാൽ പെട്ടെന്ന് നമുക്കിത് പിടിച്ചാൽ കിട്ടില്ല. പെട്ടെന്ന് ഇതാണ് ഉണങ്ങിയിട്ടാണ് പോകും. അതാണ് നമ്മളെ കയ്യിലുള്ള മദർ പ്ലാന്റുകളാണ്. ഇത് 3 നമ്മൾ ഫസ്റ്റ് ടൈം നട്ടത്. ഏകദേശം ഒരു 2-2.5 വർഷമായിട്ടുണ്ടാവും നമ്മളെ കയ്യിലിത് വന്നിട്ട്. അന്ന് ഫുള്ള് ഇതിൻ്റെ കമ്പുകൾ തെളുത്ത കമ്പ്. അതായത് ഇങ്ങനത്തെ കമ്പാണ് നമ്മൾ നടാൻ ഏറ്റവും നല്ലത്. ഇത് പല കാണുന്നിടത്തു നിന്നൊക്കെ മുറിച്ചുവിടുന്ന നടലായിരുന്നു നമ്മളെ മെയിൻ പരിപാടി. കാരണം ഇത് നമ്മളെ കോട്ടക്കുന്നിലൊക്കെ പോയാൽ കാണാം, മലപ്പുറത്ത് കോട്ടക്കുന്നിലൊക്കെ പോയാൽ കാണാം, ഇതിങ്ങനെ ഒരു എൻട്രി ആയിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിറയെ ഫ്ലവറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. നമ്മളിതേമാതിരിക്ക് കമ്പ് പിടിപ്പിച്ചാണ്. ഇതിൻ്റെ ഇലയൊക്കെ ഇപ്പം മൂത്തുടങ്ങി. നമ്മൾ അന്ന് നല്ല ഇതിൽ ഏറ്റവും വെള്ളത്തിൽ എത്ര വെള്ളം കിട്ടിക്കണമെന്ന് വെച്ചിട്ട് ഇതങ്ങനെ ചീഞ്ഞ് പോവുക കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു തൈയാണെന്ന് ഞാൻ പറയില്ല. കാരണം ചെറിയൊരു ഒരു ഇതാണിത്. തൂമ്പ് വെറുതെ ഒന്ന് നട്ടതാണ്. അപ്പോൾ അതിന് നല്ല അടിപൊളിയായിട്ട് വേര് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ തൂമ്പ് ഫുള്ള് മുറിച്ച് നടൊന്നും ചെയ്യരുത്. കാരണം ഈ തൂമ്പിലാണ് മൊട്ടുകൾ വന്ന് ഫ്ലവർ വിരിയല്ലേ, കണ്ടില്ലേ. നമ്മളിതിൻ്റെ തൂമ്പ് വരുന്നൊക്കെ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ നമ്മൾ അധികം കട്ട് ചെയ്ത് നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ട് നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കലാണ്. എന്താണ് ഞാൻ പറഞ്ഞത്, വയലറ്റിൻ്റെ കൂടെ ഒന്നും കൂടി നട്ടീനൊന്ന്. അത് വയലറ്റും വെള്ളി മിക്സ് ആയതില്ലേ. ഇനി അതാണോ ഏതാ കളറെന്നറിയില്ല. മുട്ടിട്ടിട്ടുണ്ട്. നമുക്ക് വിരിഞ്ഞിട്ട് ശ്രദ്ധിച്ചാൽ അതിലുള്ള ഒരു കുഞ്ഞ് തൈ അതാക്കണു. ഇത് നമ്മൾ വൈറ്റിൻ്റെ ആണ്. വൈറ്റിൻ്റെ നമ്മളതിൻ്റെ ഒരു തൂമ്പ് പെട്ടെന്ന് ആ ഒരു ടൈമിലെ കുത്തി പിടിപ്പിച്ചതായിരുന്നു കമ്പ്. അതിൽ കുറേയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ കയ്യിൽ. നമ്മളിതിൻ്റെ വീഡിയോ മുമ്പും ചെയ്തിട്ടുണ്ട്. 3-4 ചെയ്തിട്ടുണ്ട്. അല്ല പെട്ടെന്ന് വേര് പിടിക്കുകയും ചെയ്യട്ടെ. നല്ല വെള്ളം വേണം, ഏറ്റവും തണൽ ഏരിയയിലും വേണം വേര് പിടിപ്പിക്കാൻ വെക്കൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ വേര് പിടിപ്പിക്കാൻ അധിക ചെടിയുടെയും ഏറ്റവും നല്ലതെന്നാണ്. നമ്മൾ ബൊഗെയിൻവില്ലൊക്കെ എപ്പോഴാണ് നല്ല വേര് പിടിപ്പിക്കാനൊരു ടൈം. ഇവിടെയൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഇതാണ് മദർ പ്ലാന്റ് ആയിട്ട് വരുന്നത്. ഏകദേശം നല്ല കട്ടിയിലും ഹെൽത്തിയിലൊക്കെ ആയിട്ട് വന്നിട്ട് നല്ലൊരു ഫ്ലവറിങ്. ഇതിൻ്റെ കുറച്ച് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ചെടി ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്തിരിക്കണം. നിറയെ ഫ്ലവർ പറഞ്ഞാൽ ഇതൊക്കെ നമ്മളങ്ങനെ കമ്പ് പിടിപ്പിക്കാൻ വെച്ചതാണ്. ഓരോരുത്തരോട് ചോദിച്ചവർക്ക് അതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെക്കണ ഒരു ഇതാണ്. ബൊഗെയിൻവില്ലാസാണ് അതിൽ ബാക്കി മുഴുവനുള്ളത്. കാരണം ഏറ്റവും തണൽ ഏരിയയിൽ വെക്കണ ഒരു ഇതാണ്. ഇതൊക്കെ നമ്മുടെ ഉമ്മ പരിപാടി ചെയ്തതാണ്. ഫുള്ള് അതിൻ്റെ തൂമ്പ് നട്ടുകൊണ്ട് കുറേ ചട്ടിയിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അതാണ്. ഇതെന്താ ഇല എന്ന് ചോദിച്ചാൽ നമ്മൾ വയനാട്ടിൽ പോയപ്പോൾ ഈ ഹോയ പ്ലാന്റ് കണ്ടിരുന്നു. അതിൻ്റെ ഇലയാണത്. നമ്മൾ വേര് പിടിക്കുമെന്നറിയാം കുറച്ച് വെച്ചിട്ട്. ഇതിലൊക്കെ നമ്മൾ അടീനിയത്തിൻ്റെ കുഞ്ഞു തൈകളാണ്. അങ്ങനെ ചിലതൊക്കെ നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് വെക്കാനുള്ളതാക്കിയതാണ്. ഇത് ആണ് നമ്മളെ അടുത്തുള്ള വേറൊരു ഇതാണത്. അതിൻ്റെയൊക്കെ തൂമ്പ് മുഴുവനായിട്ട് കുത്തി നട്ടിട്ടുണ്ട്. ഫുള്ള് തൂമ്പും ഒടിച്ച് വെച്ചതാണ്. ഈ തൂമ്പ് അധികം ഒടിക്കാൻ പാടില്ല. അതൊരു 6-7-8 ഒന്നല്ല തൂമ്പ് പിടിപ്പിച്ചിട്ടുള്ളത്. കാരണം ഈ തൂമ്പിലാണ് മൊട്ട് വരലും. തൂമ്പ് ഈ ഇളയ തൂമ്പ് തെളിർത്ത് വരുന്നതിലാണ് ഫുള്ള് ഫ്ലവർ വരൽ. കാരണം ബൊഗെയിൻവില്ല ഫുള്ള് കാടായിട്ട് സെറ്റ് വന്നതിന് അതൊക്കെ വെട്ടി ലെവലാക്കിയതാണ്. നല്ല ഭംഗിയിൽ ഈ 2 ഫ്ലവറിഞ്ഞ് വൈറ്റും കൂടി നമുക്ക് വിരിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ കൂടി ചെയ്യാം. അത് ഹെൽത്തി ആവണം. കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.